ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നെഹ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഒരു ഏലക്ക ചതച്ചെടുക്കുന്നുണ്ട്. എന്തിനാണെന്നോ, അവൽ നനയ്ക്കാൻ പോവുകയാണ്. പിന്നീട് ദേ ഒരു കുഞ്ഞൻ തേങ്ങ ചിരകി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ അവൽ നനച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ഒരു പാത്രത്തിലേക്ക് അവൽ ദേ കുറച്ചിട്ട് കൊടുക്കുകയാണ്. സൂര്യ അവലാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നീട് ദേ ചിരകി വെച്ച തേങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വിളയിക്കുന്നത് വേറെ, നനയ്ക്കുന്നത് വേറെ. വിളയിക്കുന്നത് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തേങ്ങ ചിരകിയതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ആ ചതച്ച ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ദേ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ദേ ചതച്ചെടുത്ത ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് കട്ടയായിട്ടൊക്കെ കിടപ്പുണ്ട്. അതിങ്ങനെ നമുക്ക് കൈവച്ച് ഇങ്ങനെ ഉടച്ച് ചേർക്കാവുന്നതാണ്. പിന്നീട് നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് തേങ്ങ പൊട്ടിച്ച വെള്ളമാണ്. തേങ്ങ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം. നമ്മൾ തേങ്ങാ വെള്ളമായാലും സാദാ വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം കുഴഞ്ഞു പോകരുത്. പരുവത്തിന് നനച്ചെടുക്കാവുന്നതാണ്. പിന്നീട് കുറച്ച് തേങ്ങാ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. ഇത്രയും അവലുണ്ടായതുകൊണ്ട് നന്നായിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നനച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ശേഷം ദേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയതാണ്. അതിങ്ങനെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അവൽ നനച്ചതും പഴം പുഴുങ്ങിയതും കൂടെ കഴിക്കാൻ അട്ടാറ് ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.